ഇറാഖിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്തത് 139 മൃതദേഹങ്ങൾ. ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ആക്രമണങ്ങൾക്ക് ഇരയായവരെയാണ് കുഴിമാടങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് എന്നാണ് റിപ്പോർട്ട്. ISന്റെ കേന്ദ്രമായിരുന്ന മൊസൂളിന് സമീപമുള്ള പ്രദേശത്ത് നിന്നാണ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത്. 2014നും 2017നും ഇടയിൽ ISന്റെ ആസ്ഥാനമായിരുന്നു മൊസൂൾ. ഇവിടുന്ന് 70 കിലോമീറ്റർ മാറി പടിഞ്ഞാറ് താൽ അഫറിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയിലെ അലോ അൻറ്റാർ ഹോളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുഴിമാടത്തിൽ നിന്ന് 139 ആളുകളുടെ ശരീരഭാഗങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇറാഖ് ഉന്നത ഉദ്യോഗസ്ഥനായ ദിയാ കരീം അറിയിച്ചു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൃതദേഹങ്ങളാണ് കുഴിമാടത്തിൽ ഉണ്ടായിരുന്നത്. 42 മുതൽ 12 മീറ്റർ വരെ ആഴമുള്ള കുഴിമാടങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹം അടക്കം ചെയ്തതല്ല എന്നും വലിച്ചെറിയപ്പെട്ടതാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതാനും മൃതദേഹങ്ങൾ വെടിയേറ്റ നിലയിലായിരുന്നു. ചിലരുടെ കഴുത്ത് ഭാഗത്തായി മുറിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുഴിമാടത്തിൽ ഉണ്ടായിരുന്നവർ IS ഭരണകാലത്ത് ജീവിച്ചിരുന്നവരാണ് എന്നാണ് അധികൃതർ പറയുന്നത്. ഒരു സംഘം ഉദ്യോഗസ്ഥർ കൂട്ടക്കുഴിമാടത്തിലുണ്ടായിരുന്നവർ ഇറാഖിലെ അൽ ഖ്വയ്ദയുടെ മുൻഗാമികളാകാൻ സാധ്യതയുണ്ട് എന്നും സംശയം ഉന്നയിക്കുന്നു. 2014നും 2017നും ഇടയിൽ ഇറാഖിന്റെയും സിറിയയുടെയും ഭൂരിഭാഗം പ്രദേശങ്ങളും ISന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഈ സമയത്ത് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികരെ കൂട്ടത്തോടെ കുഴിച്ചുമൂടിയതാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാഖിന്റെയും അമേരിക്കയുടെയും പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുടെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെയാണ് IS ഇവിടങ്ങളിൽ നിന്ന് പിന്മാറിയത്. 12,000 മൃതദേഹങ്ങൾ ഉൾക്കൊള്ളുന്ന 200-ലധികം കൂട്ടക്കുഴിമാടങ്ങൾ ഈ മേഖലയിൽ ഉടനീളം ഉണ്ടാകാമെന്ന് ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാഖ് പ്രതിരോധ സേനയുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതായി യമൻ സായുധ സേന അറിയിച്ചു. ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ പലസ്തീനിലെ ഹൈഫ തുറമുഖത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചതായി യമൻ സായുധ വിഭാഗം ബ്രിഗേഡിയർ ജനറൽ യഹ്യ സരിയ അറിയിച്ചു. ഗാസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലിലെ സംയുക്ത സൈനിക ആക്രമണം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സർക്കാർ ഗാസയിലെ അതിക്രമങ്ങൾ നിർത്തുന്നതുവരെ ഇസ്രായേലിനെതിരായ ആക്രമണം തുടരുമെന്ന് യഹ്യ സരിയ വ്യക്തമാക്കി. ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസും യമൻ സേനയും മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി ഇസ്രായേലി അധിനിവേശ പ്രദേശങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. യമനിലെ ജനതയ്ക്ക് ചുവന്ന വരകളില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ചുവന്ന വരകൾ ഇല്ലാത്തതിനാൽ യമൻ ജനത എവിടെയും തടഞ്ഞു നിൽക്കപ്പെടുന്നില്ല. ഇത് ഇസ്രായേലിനോടും അവരെ പിന്തുണയ്ക്കുന്നവരോടും ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് എന്നും യഹ്യ സരിയ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ എന്ന ശത്രു ചിന്തിക്കാത്ത നിലയിൽ യമൻ പ്രവർത്തിക്കുമെന്നും ബ്രിഗേഡിയർ ജനറൽ ഊന്നി പറഞ്ഞു. അമേരിക്കയ്ക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിൽ ആക്രമണം തൊടുത്തുവിടുമെന്നും യമൻ സേനാ വക്താവ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് എങ്കിൽ 5ഉം 6ഉം ഘട്ടങ്ങളായി ഇസ്രായേലിനെ പ്രതിരോധിക്കുമെന്നും യഹ്യ സരിയ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ നെതന്യാഹു സർക്കാരിന് പിന്തുണ നൽകുന്ന അമേരിക്കയെ ആക്രമിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്ന് അൻസാറുള്ള നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദി അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രായേലിനെ പ്രതിരോധിക്കുകയാണ് യമനും. ഗാസയിലെ കരയാക്രമണവും വ്യോമാക്രമണവും അവസാനിപ്പിച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമൻ അറിയിച്ചിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 38,000-ലധികം പലസ്തീനികൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 89,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.